ഹായ് ഗായ്സ്, അഖിലിപ്പുറം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് 7 മത്സരാർത്ഥികളാണ്. ഇനിയൊരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ 7ന്റെ പണി എന്ന് പറഞ്ഞ പോലെ തന്നെ 7 മത്സരാർത്ഥികളാകും ഫിനാലെ വീക്കിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിക്കരുതിന് വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 11 മണിയോടുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ മുന്നേറിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. അതിനുശേഷം അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഇടയ്ക്കൊന്ന് പിന്നിലേക്ക് വരികയും വീണ്ടും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 1ാം പൊസിഷനിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 48,400 വോട്ടാണ് നേടിയിരിക്കുന്നത്. 2ാം പൊസിഷനിൽ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളിന് ഇപ്പോൾ ചെറിയ രീതിയിലൊരു വോട്ടിംഗ് പിന്നൊക്കെ അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 2ാം പൊസിഷനിൽ തുടരേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അനീഷിനെ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം നടത്താൻ അനുമോളെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ 48,365 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസ് 3ാം പൊസിഷൻ കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അനുമോളുമായിട്ട് നല്ലൊരു വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3ാം പൊസിഷനാണുള്ളത്. 34,100 വോട്ടാണ് നേടിയാണ് 3ാം പൊസിഷനുള്ളത്. 4ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയ്ക്ക് കാര്യമായൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല. 33,123 വോട്ടിൻ്റെ ബലത്തിലാണ് ഷാനവാസിൻ്റെ തൊട്ട് പിന്നിലായി 4ാം പൊസിഷനുള്ളത്. 5ാം പൊസിഷനിൽ നെവിനാണ് തുടരുന്നത്. നെവിന് നല്ലൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 5ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 5ാം പൊസിഷൻ തന്നെ തുടരുകയാണ്. 28,700 വോട്ടാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 6ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. അക്ബർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നെവിനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ പൊസിഷൻ മാറി മറിയാം. ഇപ്പോൾ 28,321 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ഫിനാലെ 7 പേരാണെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് നേടി ലാസ്റ്റ് പൊസിഷനായ 7ാം പൊസിഷനിൽ 18,900 വോട്ട് നേടിയാണ് ആദില നില ഉറപ്പിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് ആദിലയ്ക്ക് നിർണായകമാണ്.